നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവികയുടെ ജാതകം ഇവിടെ പാർവതിയുടെ ഉണ്ടാകും സാറേ. ഞാൻ ചോദിക്കാം. അതിന്റെ കോപ്പി എന്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചു തരണം സാറേ. ഈ കാര്യങ്ങൾക്കൊരു തീരുമാനമാകാതെ അതെന്തിനാ സാറേ? എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. കാര്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ വിശ്വാസങ്ങൾ അതിനൊരു തടസ്സമാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ഇത് മറ്റാരും അറിയണ്ട. ദേവികയോ സിദ്ധുവോ അവരാരും. നമ്മള് പാരലായി ഒരു നീക്കം നടത്തുന്നതായി അവർക്ക് തോന്നണ്ട. മനസ്സിലായി. ആരും അറിയത്തില്ല സാർ. അപ്പൊ ശരി ശരി. എന്താ മനോഹരേട്ടാ, ദേവികമ്മോളുടെ ജാതകത്തിന്റെ കാര്യം പറയുന്ന കേട്ടല്ലോ. സിദ്ധുവിന്റെ അച്ഛനെ ദേവികമ്മയുടെ ജാതകത്തിന്റെ കോപ്പി ഒന്ന് വേണമെന്ന്. അതിപ്പോ എന്തിനാ? പുഴങ്ങി തിന്നാൻ. അല്ല പിന്നെ എന്റെ പൊന്ന് പാർവതി, ചെറുക്കന്റെ വീട്ടിൽ നിന്ന് പെൺവീട്ടുകാരോട് ജാതകത്തിന്റെ കോപ്പി ചോദിക്കുന്നത് എന്തിനായിരിക്കും? ഓ അതോ, പെട്ടെന്ന് ഞാനത് ഓർത്തില്ല. എന്തെങ്കിലും ഒരിക്കൽ സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് കരുതി മനപ്പായസം ഉണ്ട് കഴിയുക സിദ്ധുവിന്റെ അച്ഛൻ. ഒരു പാവം മനുഷ്യനാ അദ്ദേഹം. ഈ പട്ടാളക്കാരന്റെ കുറെ കാർക്കശി ഉണ്ടെന്നേ ഉള്ളൂ. അതെ, പക്ഷേ ദേവികമ്മോളുടെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയോ? അത് ശരി. അപ്പൊ നിനക്കും ആ പ്രതീക്ഷ മങ്ങി തുടങ്ങി? എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്നാലും കല്യാണം നടക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ ജാതകത്തിന്റെ കോപ്പിയൊക്കെ കൊടുക്കുന്ന എന്തിനാ? കൊടുക്കണം. അത് നേരത്തെ നോക്കി വെക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ അവസാനം ദേവികയുടെ മനസ്സ് സിദ്ധുവിലേക്ക് ചാഞ്ഞതിന് ശേഷം അവരൊന്നിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ പിന്നെ ജാതകവും വിശ്വാസവും ഒന്നും ഒരു തടസ്സമാവണ്ട.